എൻ്റെ അമ്മോ, കൊഴിഞ്ഞു തീരാറായ എൻ്റെ മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് വീണ്ടും വളരാൻ തുടങ്ങിയത് ഈ ഒരു കാര്യം തുടർച്ചയായി 7 ദിവസം ചെയ്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മുൻപ് എൻ്റെ മുടി ഭയങ്കര റഫ് ഹെയർ ആയിരുന്നു, നീളവും ഉണ്ടായിരുന്നു, തിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റഫ്നെസ് മാറ്റാനായിട്ട്, നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു പാക്കാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും. മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട്, മുടി തഴച്ചു വളരാനായിട്ട് വെറും 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു കൈപ്പിടിയോളം വരുന്ന നാളികേരാണ്. നാടൻ നാളികേരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലോണം നാളികേരപ്പാല് നമുക്ക് ഈ ഒരു പാക്കിന് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെത്തിപ്പൂവാണ്. ചെത്തിപ്പൂവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടി വളരാനായിട്ട് നമ്മളെല്ലാവരും ചെത്തിപ്പൂവ് ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട്. ചെത്തിപ്പൂവ് പണ്ട് മുതൽക്ക്, അതായത് നമ്മുടെ മുത്തശ്ശിമാർ മുതലേ എണ്ണയിലൊക്കെ ഇട്ട് നമ്മുടെ തലയിൽ ഉപയോഗിക്കാറുണ്ട്. താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ചെത്തിപ്പൂവ് ഇട്ടിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമ്മുടെ മുടി റഫ്നെസ് എല്ലാം മാറാനായിട്ട്, സിൽക്കി ഹെയർ ആകാനായിട്ട്, മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ട്, മുടിക്ക് നാച്ചുറലായി തന്നെ നല്ല കറുപ്പോട് കൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഒരു തണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെണ്ടക്കായയാണ്. ഒരു മീഡിയം സൈസുള്ള 2 വെണ്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വെണ്ടക്കായ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഈ പരിപരുത്ത മുടി എന്നൊക്കെ പറയില്ലേ, അതെല്ലാം മാറ്റാനായിട്ട്, സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, റഫ് ഹെയർ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് വെണ്ടക്കായ. വെണ്ടക്കായ എടുക്കുമ്പോൾ നല്ല കിളിന്ത് വെണ്ടക്കായ വേണം എടുക്കാനായിട്ട്. മീഡിയം സൈസുള്ള 2 വെണ്ടക്കായ, ഒരു 5 ചെത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള അലോവേര എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. വെള്ളം പരമാവധി കുറവ് മാത്രം ചേർത്താൽ മതി. കറ്റാർവാഴയിലും നാളികേരത്തിൻ്റെ പാലിലൊക്കെയും നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് തലയിൽ അധികം നേരം വെക്കാൻ പറ്റില്ല. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ പാക്ക് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ സ്കാൽപ്പിലും ഹെയറിലും തൊട്ട് പുരട്ടിയിട്ട് വേണം ഈ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു പാക്ക് കുട്ടികൾക്കായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. നാളികേരം അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ പാല് നമുക്ക് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലാതെ നിങ്ങൾക്കിത് അരിച്ചും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്നൊക്കെയും അതിൻ്റെ അവശിഷ്ടങ്ങൾ പോകാനായിട്ട് ബക്കറ്റ് വാഷ് നിർബന്ധമാണ്. നമ്മൾ ഈ പാക്ക് അരിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തല വാഷ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു കാര്യം 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടായിരിക്കും നമ്മുടെ മുടിക്ക് കിട്ടുക. അതായത് നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. ഇപ്പോൾ റഫ് ഹെയർ ഉള്ള ആളുകൾക്കൊക്കെ അറിയാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ മുടിയിൽ കെട്ട് വീഴും. നമ്മൾ എത്ര ജട തീർത്താലും വീണ്ടും വീണ്ടും മുടിയിൽ കെട്ട് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കെട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മുടിയോടുള്ളൊരു ഇഷ്ടം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിൽക്കി ഹെയറായി വളരാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. വെറും 7 ദിവസം കൊണ്ട് 0 rupeesനാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട് കേട്ടോ. ഗീതൂസ് ഹെയർ കെയർ എന്ന് പറയുന്ന ചാനൽ, ടിപ്സ് ഫോർ യു A to Z എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ പേര് ഗീതു സന്ദീപ് എന്നാണ്. പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും 2 ആഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹെയറിലേക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല കൊടുക്കുന്നത്, സ്കിന്നിലേക്കായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് സോപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 10ഓളം പ്രൊഡക്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു. ബൈ.